ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇമ്മിണി ബല്യ ലോകത്തിൽ എത്തിയിരിക്കുന്ന കൊച്ചു കൂട്ടുകാരിയെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ? ഫാത്തിമ ദിയ പി. ഫാത്തിമ ദിയ ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്? കൽപ്പേനി ദ്വീപിൽ നിന്നാണ് ഞാൻ വരുന്നത്. കൽപ്പേനി ദ്വീപിൽ നിന്നാണല്ലേ? അതെ. ദിയ കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ്സിലാണല്ലേ? അതെ. പിന്നെ ദിയയുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ, ബാപ്പ, 2 ഏട്ടന്മാർ. നിങ്ങളിപ്പോൾ ഒരു കൊച്ചു ഫാമിലി ആണല്ലേ? അതെ. ഉമ്മയുടെ പേരെന്താ? മക്കമ്പി. മക്കമ്പി, നല്ല പേരാണല്ലോ മക്കമ്പി. താങ്ക് യു. പിന്നെ ഉപ്പയുടെ പേരെന്താ? മുഹമ്മദ് റാഫി. ഉപ്പ എന്താ ചെയ്യുന്നേ? PWD ലാബർ. PWDയിലാണല്ലേ? പിന്നെ 2 ഇക്കാക്കമാരുണ്ടെന്ന് പറഞ്ഞില്ലേ, പേരെന്താ അവരുടെ? ഏട്ടന്റെ പേര് മുഹമ്മദ് സജാദ് ആൻഡ് മുഹമ്മദ് സജീദ്. സജാദും സജീദുമാണല്ലേ? അതെ. അവർ രണ്ടുപേരും എത്രാം ക്ലാസ്സിലാ? അവർ പഠിച്ചു കഴിഞ്ഞതാണോ? അതെ. ഇന്ന് ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നത്? പാട്ടും കവിതയും കഥയും. കൂട്ടുകാരെ, നമുക്ക് ദിയ കുട്ടിയുടെ ഒരു പാട്ട് കേട്ടാലോ? ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് പാട്ടാണ്. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവേ തുയരത്തിൽ മലയിള മരുഭൂമി വിലസിടുന്നു, തുടുത്ത സിപ്പൂ മരത്തിന്റെ കനികളും ജരാതുന്ന കിളികളും ചൂടുകാട്ടിലൊലികളും, ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവേ തുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു, പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, നിസാമിന്റെ കവിതകൾ ഒരു വിട്ട ജീവിതം, മസ്നബി കുറവയ അറബിക്കട്ടിവിടം, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു, ഉലകങ്ങൾ അഖിലവും വഴി വിളക്കിവിടം, ഉടമയും അടിമയും നിരോധിച്ചതിവിടം, ഉലകങ്ങൾ അഖിലവും വഴി വിളക്കിവിടം, ഉടമയും അടിമയും നിരോധിച്ചതിവിടം, പല പല നബി മക്കൾ പിറന്നതും ഇവിടം, പകലോളി വെളിച്ചമായി തിളങ്ങുന്നതിവിടം, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവേ തുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു, ഒരു വാക്യം ഷഹാദത്ത് താളിരുത്തതിവിധം, ഒൾചന്ദ്രൻ കലയുള്ള കൊടി പാറുമിവിടം, ഒരു വാക്ക് ഷഹാദത്ത് താളിരിട്ടതിവിടം, ഒളിചന്ദ്ര കലയുള്ള കൊടി പാറുമിവിടം, കർത്തവൾ വെറുത്തവൾ വിപിനമില്ലിവിടം, കലയുള്ള സിത്താരകം മുഴുങ്ങിയതിവിടം, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവേ തുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു, തുടുത്ത സിപ്പൂ മരത്തിന്റെ കനികളും ജരാതുന്ന കിളികളും ചുളുകാറ്റിലൊലികളും, ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. മാഷാ അല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. ഈ പാട്ട് സ്വന്തമായിട്ട് പഠിച്ച പാട്ടാണോ? അതെ അതെ. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ദിയ അപ്പൊ പാട്ടൊക്കെ എങ്ങനെയാ പഠിക്കുന്നത്? യൂട്യൂബിൽ നോക്കി എഴുതിയെടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. യൂട്യൂബിലൊക്കെ നോക്കിയാണല്ലേ പഠിക്കുന്നത്? അതെ. ആ, പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ? അതെ. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? അടിപൊളി ടീച്ചേഴ്സ്മാരും നല്ല കൂട്ടുകാരും ഒക്കെ ഉണ്ട്. കൂട്ടുകാരികളുടെ പേരെന്താ? ഫഹ്മ, നദ. ഫഹ്മ, നദയാണോ കൂട്ടുകാരികള്? അതെ അതെ.
ആ ദിയാക്കുട്ടി പിന്നെ വൈകുന്നേരങ്ങളിൽ എന്തൊക്കെയാ ചെയ്യാറ് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട്? ഞങ്ങൾ ബീച്ചിൽ പോവും. ബീച്ചിലൊക്കെ പോയി പിന്നെ വാങ്ക് വിളിച്ചാൽ വീട്ടിൽ വന്ന് കുളിച്ച് നിസ്കരിച്ച് ഓതിയിട്ട് അടിച്ച് ഫുഡ് കഴിച്ച് ഇറങ്ങും. ഓക്കെ. വൈകുന്നേരങ്ങളിൽ എന്താ ചെയ്യാറ്? ഉമ്മനെ സഹായിക്കും. ഉമ്മാനൊക്കെ സഹായിക്കാറുണ്ടല്ലേ? അതെ. ഉമ്മാനെ ജോലിക്കൊക്കെ സഹായിക്കാറുണ്ടോ? അടുക്കളയിലൊക്കെ സഹായിക്കാറുണ്ടോ? അതെ. അപ്പൊ ദിയാക്കുട്ടി സ്കൂളിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? അതെ. സ്കൂളിൽ എന്താ നിങ്ങള് സ്പെഷ്യലൊക്കെ എന്താ? പരപ്പും ചോറും ഉണ്ടാവും. പിന്നെ പപ്പടവും പരപ്പും ചോറും ഒക്കെ ഉണ്ടാവും. സോയാബീൻ ഒക്കെ ഉണ്ടാവും. കഴിക്കാറുണ്ടോ ഭക്ഷണമൊക്കെ സ്കൂളിൽ നിന്ന്? കഴിക്കാറുണ്ടല്ലേ. ഇനി മിണവലി ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? പാട്ട്. ഏത് പാട്ടാണ്? മിന്നൽ വാഴ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. എന്നാ ആ പാട്ട് പാടാം. പാടാം. ഇറങ്ങോടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിലെ പൂമുഖം കണ്ട് മുളകും കൊണ്ട മെല്ലണം കാറ്റിൽ കണ്ണാടി പുഴയിൽ നീ കൊണ്ടിരകൾ തീരത്തെ ഓഴങ്ങൾ തീരാത്ത ദാഹത്തിൽ താളങ്ങൾ നാമിതു പോയിടോ പോലുൾവിടാം മിന്നുമഴ കയ്യിൽ ചപ്പനരക എത്തിക്കോളാം അനുഭവമായി വെള്ളാണു നീ മിന്നുമഴ കയ്യിൽ തപ്പനരകേ എത്തിക്കോളാം അനുഭവമായി വെള്ളാണു നീ. പാട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യാറ്? വീട്ടിലിരിക്കുമ്പോൾ ഞാൻ കുറച്ച് പാട്ടൊക്കെ പഠിക്കും. പിന്നെ ഡ്രോയിങ് ചെയ്യും. പിന്നെ മലയാളം ടെക്സ്റ്റ് പുസ്തകം ഇംഗ്ലീഷൊക്കെ വായിക്കും. ആണല്ലേ. അതെ. ഇപ്പൊ 2 മാസം വെക്കേഷൻ ആയിരുന്നല്ലോ. അതെ. അപ്പൊ എങ്ങോട്ടെങ്കിലും യാത്ര പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല. പോയിട്ടുണ്ടായിരുന്നല്ലേ. അതെ. ഇനി മിണവലി ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? കവിത. ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് കവിതയാണ്. കാട്ടുപൂവെന്ന കവിത. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ല പോലെ മനസ്സിൽ തെളിയൊന്നു ഉണരണേ എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ല പോലെ മനസ്സിൽ തെളിയുമ്പോ ഉണരുന്നേ എന്നിലെ മോഹങ്ങളും. അടിപൊളി കവിതയായിരുന്നു. താങ്ക് യു. ദിയാമോളിപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എന്താണ് ചെയ്യാറ്? ഞാൻ അമ്മനെ സഹായിക്കും. പിന്നെ എന്റെ കസിന്റെ പഴയ ടെസ്റ്റ് വാങ്ങിച്ച് അതൊക്കെ പഠിക്കാറുണ്ട്. അങ്ങനെ അവധി ദിവസങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? അതെ. ഓക്കെ. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? മന്തിയാണോ ഇഷ്ടപ്പെട്ടത്? അതെ. മന്തിയൊക്കെ വീട്ടിൽ വെക്കാറുണ്ടോ? അല്ല, ഉമ്മ വെക്കുന്നില്ല. പിന്നെ പുറത്തു പോയി കഴിക്കോ? പുറത്തു പോയി കഴിക്കാറുണ്ട്. അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അവിടെയും പോയി കഴിക്കും. അങ്ങനെ മന്തിയാണല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? അതെ. ഇനി മിണവലി ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കഥ. കൂട്ടുകാരെ, നമുക്ക് ദിയയുടെ ഒരു കഥ കേട്ടാലോ? പാൽക്കാരിയുടെ സ്വപ്നം. ഒരു ഗ്രാമത്തിൽ അവിടെ പാല് വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ പാലുമായി ചന്തയിലേക്ക് പോവുകയായിരുന്നു. യാത്രയിൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ പാല് കൊടുത്താൽ കിട്ടുന്ന പണത്തിൽ നിന്ന് ഇത്തിരി മെച്ചപ്പെടുത്തണം. അങ്ങനെ പല ദിവസങ്ങൾക്കുണ്ട് സമ്പാദിക്കുന്ന പണം കൂട്ടിവെച്ച് കൂടുതൽ പശുക്കളെ വാങ്ങണം. അങ്ങനെ പണക്കാരിയാകണം. അവൾ ചിന്തയിൽ മുഴുകി. ധാരാളം ഉടുപ്പുകൾ വാങ്ങണം. നല്ല വീട് വയ്ക്കണം. അയൽക്കാർ അടുത്തു കൂടണം. അവരെയൊന്നു കണ്ടതാവാം, നടിക്കരുത്. അതോർത്തപ്പോൾ അവൾ തുള്ളിച്ചാടി. പോത്തെ തലയിരിക്കുന്ന പാൽക്കുടം പൊട്ടി. പാലെല്ലാം ഒഴുകിപ്പോയി. അവളുടെ എല്ലാ സ്വപ്നങ്ങൾ തകർന്നു. നല്ല അടിപൊളി കഥയായിരുന്നു. താങ്ക് യു. ദിയമോള് കഥയൊക്കെ എങ്ങനെയാ പഠിക്കുന്നത്? അത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എഴുതിയെടുത്ത് അമ്മ പഠിപ്പിച്ചു തന്നതാണ്. അങ്ങനെ പഠിക്കുമല്ലേ? അതെ. ഇനി കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടിയാലോ? ഓക്കെ, പാടാം. പരിമള സുഗന്ധപ്പൂക്കാവല്ലേ സരിഹൂന്റെ കുടസിലമയിലല്ലേ അതിമക്കത്തുതിത്തുള്ള മലരല്ലേ
പരിശുദ്ധ കതിരൊളി ബദറല്ലേ, പരിമള സുഗന്ധ പൂക്കാളല്ലേ, പെരിയോന്റെ കുതിസിലെ മയിലല്ലേ, മർഹബയാ നൂറായിനി, മർഹബയാ ജത്തൽ ഹുസൈനി, മർഹബ മർഹബ നൂറ് മുഹമ്മദ്, മർഹബ 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 ഗുണമണിയായ റസൂലുള്ള, തനി പകരും കരുനൂറുള്ള, ഇഹബര നബിയം ഹബീബുള്ള, ഇറയോന്റെ കയ്യിലുള്ള. നല്ല അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടിയാലോ? പാടാം. പാട്ടിട്ടില്ല പൂങ്കുയില്ല, പണ്ട് പാവനദീനിന്റെ മിശലേ, കാടിലകും കുസുർ കൂട്ടത്തിൽ പുണ്യക്കാലിമ തുറപ്പിച്ച പൂങ്കരള്, പാടിപ്പില്ല പൂങ്കുയില്ല, പണ്ട പാവനദീനിന്റെ മിശലേ, കാടിലകും കുസുർ കൂട്ടത്തിൽ പുണ്യക്കാലിമ തുറപ്പിച്ച പൂക്കരള്, അടിമുടി കറുത്ത ബില്ലാലാണ്, അവരാത്മാവിൽ വല്ലാമ്പൽ പൂവാണ്, അബൂബക്കർ സിദ്ദീഖുള്ള ചൊല്ലുമ്പോൾ അവിടെ അടിമുടി മോഹിച്ചെടുക്കുമ്പോൾ, പാടി ബില്ലാലെന്ന പൂങ്കുയില്, പണ്ട പാവന ദേവിന്റെ മിശട്, കാടിലകും കുഫർ കൂട്ടത്തില് പുണ്യക്കാലിമ തുറപ്പിച്ച പൂങ്കരള്. അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. ദിയാമോളുടെ പാട്ടും കഥയും കവിതയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ? അതെ, പങ്കെടുക്കും. ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്താൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.